Hi guys, welcome back to Anuja Amu's Orbit. അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് റിവീൽ ചെയ്യാണ്. വലിയ കാര്യമായിട്ട് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് കിട്ടിയ കുട്ടി കുട്ടി ഗിഫ്റ്റ് നമുക്ക് റിവീൽ ചെയ്യാം. അതിപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചത്. ഓൾറെഡി അതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്തതാണ്, ക്യൂരിയോസിറ്റി കാരണം. അപ്പം ഞാൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് എന്തായാലും. ഒരു നല്ലൊരു ഷർട്ടാണ്. ഒരു കൂട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തി പ്രവിഷ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട കുറേ കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഒരു ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഷർട്ടാണ്, അടിപൊളി ഷർട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വെറുതെ ചായ കുടിച്ചിട്ട് വെറുതെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ വെറുതെ വിശാൽ ആലുവയിൽ പുതിയത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെറുതെ കയറാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഞാൻ ഈ ഷർട്ട് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. മേടിക്കാൻ പക്ഷെ നമുക്ക് കൂട്ടില്ല, പക്ഷെ നമ്മൾ ഇഷ്ടമായി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്കിഷ്ടമായി ആ ഷർട്ട്, പെണ്ണ് ഇട്ട് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ട്രയൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, എനിക്ക് ഈ ഡ്രസ്സൊന്നും ഊരി ട്രയൽ ചെയ്യാൻ മടിയാണ്, നീ തന്നെ ട്രയൽ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് ഞാൻ തന്നെ ട്രയൽ ചെയ്ത്, ഞാൻ വേറെ ഒരു ഡ്രസ്സും കൂടി ട്രയൽ ചെയ്ത് വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നു വെറുതെ. അപ്പം എന്നാൽ പിന്നെ ഇതുകൂടി ട്രയൽ ആയിരുന്നു, ട്രയൽ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഇത് നല്ലത്, നിങ്ങൾക്ക് നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി അന്ന് അത് എടുക്കാമല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ മേടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ മേടിച്ച്. അപ്പോഴും എൻ്റെ മൈൻഡിൽ ആൾ ആൾക്ക് വേണ്ടി മേടിച്ചു എന്നുള്ളതാണ്. അതിന് ശേഷമാണ് ഇവിടെ എത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഈ ഷർട്ടും പിന്നെ ഈ കൂടി എനിക്ക് തന്നത്. അത് ചോക്ലേറ്റിൻ്റെ വേഫറാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള വേഫറാണ്. സോ ഞാൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വേഫറും പിന്നെ ഈ ഒരു അടിപൊളി ഷർട്ട് ഇത്ര ലെങ്ത് വരുന്നത് കണ്ടോ. സോ ഐ ലൈക്ക് ഇറ്റ്. ഇടയ്ക്കിടയ്ക്ക് എന്താ അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രഷ്യസ് ആയിട്ട് കിട്ടിയൊരു ഗിഫ്റ്റാണ്, മറക്കാൻ പറ്റൂല. സോ താങ്ക് യു പ്രവി. ഇനി അടുത്ത ഗിഫ്റ്റ് ഒരു കുട്ടി ഗിഫ്റ്റാണ് ഗൈസ്. എനിക്ക് മെലഡി പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം തൊട്ടേ മെലഡി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അമ്മ എനിക്ക് മേടിച്ച് തന്നെ ഒരു മറക്കാതെ എനിക്ക് മേടിച്ചുകൊണ്ട് വരുന്ന ഒരു ചോക്ലേറ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു അത്യാവശ്യം കുട്ടി ചോക്ലേറ്റ് മെലഡി. അപ്പം മെലഡിയാണ് മേടിച്ച് തന്നത്. ഇത്രയും വലുതായിട്ടും ഇങ്ങനെ മിഠായി തിന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിന്നും ഗൈസ്. ഒരു ഷുഗർ കട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എടുക്കും, പക്ഷേ ചോക്ലേറ്റ്സ് എല്ലാം തിന്നും. പ്രത്യേകതരം ഷുഗർ കട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ് എൻ്റെ അനുചേച്ചി എനിക്ക് വേണ്ടി തന്ന ഗിഫ്റ്റാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഒരു കുട്ടി ക്യൂട്ട് ബൊമ്മാച്ചി. ഇതിനൊരു പേരിടണം, പേര് എന്തിടുമെന്ന് അറിയില്ല, ഇടാം, വിഷമിക്കണ്ട. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ് കാണിച്ചത് എല്ലാം കുട്ടി കുട്ടി ഗിഫ്റ്റ്, ഭയങ്കര വില കൂടിയ ഗിഫ്റ്റ് ഒന്നുമില്ല. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് നമ്മുടെ ആ ഒരു ലവ് അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ആ ഒരു കെയർ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഗിഫ്റ്റ്. സോ ഓരോ ഗിഫ്റ്റും വളരെ പ്രഷ്യസ് ആണ്. അപ്പം ഡയറി മിൽക്ക് പറയണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. സോ ഇത് മാമൻ എനിക്ക് തന്ന ഗിഫ്റ്റാണ്, ഒരു ബർത്ത്ഡേ പ്രസൻറ്റ് എന്ന് പറയാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഈ ഒരു സാധനം ഞാൻ കാണിക്കുന്നതിന് മുന്നേ ഒരു കഥ പറയാം. സംഭവം ഞാൻ ആദ്യം മൂക്കുത്തി മേടിക്കാൻ പോയ സമയത്ത് അവിടെ ഡയമണ്ടിൻ്റെ മൂക്കുത്തി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ജസ്റ്റ് ഒരു കല്ല് വെച്ചൊരു ജസ്റ്റ് ഒരു കുഞ്ഞു മൂക്കുത്തിയായിരുന്നു. 2-3 വർഷമായിട്ടോ നടന്നിട്ട്. അപ്പോൾ അത് മേടിക്കാന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ നോക്കി. പക്ഷേ എനിക്ക് ആ നേരത്ത് അത്ര പൈസ വേണ്ട, അത്രയും കൂടിയൊന്നും വേണ്ട. ഒരു 1000 രൂപ 2000 രൂപ എങ്ങോട്ട് കൂടിയിട്ടുണ്ടായല്ലോ. പക്ഷെ എന്നാലും എൻ്റെ അപ്പോഴത്തെ മൈൻഡ് സെറ്റിൽ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇത് മതി, സ്വർണ്ണത്തിൻ്റെ മൂക്കുത്തി മതി. ഇതല്ല ഗൈസ്, ഇത് വേറെയാണ്, നിങ്ങൾക്ക് കാണാമോ, ഇത് വേറെ മൂക്കുത്തിയാണ്. അപ്പോൾ ആദ്യമായിട്ട് മൂക്ക് കുത്തണം എന്നുള്ള ഇഷ്ടത്തോട് കൂടി പോയിട്ട് അങ്ങനെ ഒരു മൂക്കുത്തി ഞാൻ മേടിച്ച്, സ്വർണ്ണത്തിൻ്റെ ആയിരുന്നു അത്. അതുപോലെ 3 സ്റ്റോൺ വന്നിട്ടുള്ളൊരു മൂക്കുത്തിയായിരുന്നു. അത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചിട്ട് അതിൻ്റെ പിരി ഞാൻ കൊണ്ടുപോയി കളഞ്ഞിട്ട് പിന്നെ എനിക്ക് അമ്മ മേടിച്ചെന്ന മൂക്കുത്തിയാണ് ഈ കുഞ്ഞു മൂക്കുത്തി. ഇതെനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ചെറിയ കല്ലിടുന്നത് കൂടുതൽ ഇഷ്ടം. അപ്പം ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡയമണ്ട് മൂക്കുത്തി മേടിക്കണം, നല്ല രസമാണ് കാണാൻ. നമ്മുടെ വെയിലൊക്കെ വരുമ്പം കത്തൂലിങ്ങനെ. അപ്പം അത് തിളങ്ങും, തിളങ്ങുമല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡയമണ്ടിൻ്റെ മൂക്കുത്തിയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസമായിരിക്കും, ഹമ്പിളായിരിക്കും, പക്ഷെ നല്ല രസമായിരിക്കും കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് ഇരുന്ന സമയത്താണ് ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് ഫ്രം കല്ലൻസ്. സോ ഇത് ഒത്തിരി ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാണിച്ചത് സിമ്പിളായിട്ടൊരു സാധനമാണ്, നമുക്ക് നോക്കാം.
മൂക്കുത്തി കാണുന്നുണ്ടോ ഗൈസ്? ചെറുതാണ് മൂക്കുത്തി, ഒന്ന് ചെറുതരിയിൽ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് മൂക്കുത്തി, ഒരു 3 കല്ല് വന്നിട്ട് നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഈ മൂക്കുത്തിയുടെ കാലാവധി കഴിഞ്ഞോ? ഇല്ല, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം. എനിക്ക് സിമ്പിളായിട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് മാറ്റമൊന്നുമില്ല. ഇത് ഞാൻ എന്തായാലും ഇടും. ഇപ്പം ഇടുന്നില്ല, പക്ഷേ ഒത്തിരി ഇഷ്ടം. സോ ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ബർത്ത്ഡേ കുട്ടി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്, നമുക്കുള്ളൊരു സന്തോഷമാണ്. അത് വലിയ പൈസയുടെ വേണം അല്ലെങ്കിൽ വലിയ ഗിഫ്റ്റ് വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നു അത് അറിഞ്ഞ് മറക്കാതെ നമ്മൾ അറിഞ്ഞത് കൊടുക്കുന്ന നമ്മൾ കൊടുക്കാനിടുന്ന ആ ഒരു എഫേർട്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പൂവായാൽ പോയാലും, ഒരു പൂവാണ് ജസ്റ്റ് എനിക്കൊന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പോയിട്ട് എനിക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു മിഠായി, ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ മെമ്മറൈസ് ചെയ്ത് വച്ചിട്ട് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണത് അത് കുറച്ചും കൂടി മനോഹരമാണ് അല്ലേ? ആൾ തരുന്ന ഗിഫ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആൾ തരാൻ കാണിച്ച മനസ്സാണ് അല്ലേ? ഒരിക്കലും ആൾ തന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു തിങ് ഒരിക്കലും വലിയ അങ്ങനെയല്ല. തരാൻ കാണിച്ച ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമുക്ക് അത് മേടിക്കാൻ, അതിനുവേണ്ടി ഫണ്ട് സെറ്റ് ചെയ്യാൻ, അതിനു വേണ്ടി ഇട്ട എഫേർട്ടാണ് നമ്മളെപ്പോഴും വാല്യൂ ചെയ്യേണ്ടത്. സോ പൊതുവേ എനിക്ക് വലിയ ഗിഫ്റ്റ്സ് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടുമ്പം എനിക്ക് സന്തോഷമാണ്, മേടിക്കും, ഹാപ്പി. ബട്ട് നമുക്ക് അത്ര വലിയ അതിനോടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടണം, അങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ബർത്ത്ഡേയുടെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ബർത്ത്ഡേ എന്നെ എപ്പോഴും സർപ്രൈസ് ആക്കാൻ വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളെന്ന് പറയുന്നത് ചേച്ചിയാണ്. ചേച്ചിമാർ 2 പേരും അത്യാവശ്യം ഞങ്ങൾ ആ സമയത്ത്, നമുക്കപ്പം ആ സമയത്ത് പോക്കറ്റ് മണി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചേച്ചിമാർ എനിക്ക് വേണ്ടിയിട്ട് കുറേ പേപ്പർ വെച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യും. അവരെന്നെ സ്വന്തമായിട്ട് പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ഞാൻ എണീക്കുമ്പോൾ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിടും. പിന്നെ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിരുന്ന് കുറേ പേപ്പറിലൊക്കെ കളർഫുൾ പേപ്പറൊക്കെ വെട്ടിക്കീറി കുറേ ലെറ്റേഴ്സൊക്കെ എഴുതി ബർത്ത്ഡേ വിഷസൊക്കെ തന്നു. ഞാനത് കുറേയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇങ്ങനെ നമ്മൾ ഹൗസ് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു. കുറേയൊക്കെ എന്താണ് ഞാൻ ഇന്നലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം എന്തായാലും. സോ അങ്ങനെ കുറച്ചൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അടിപൊളി മെമ്മറീസാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള അടിപൊളി മെമ്മറീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർപ്രൈസ് എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് എൻ്റെ ചേച്ചിമാർ തന്ന ഗിഫ്റ്റ്സൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇളയ ചേച്ചി. കാരണം മൂത്ത ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി. അപ്പം കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലാണല്ലോ. പക്ഷെ എന്നാലും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലും ഒരു 2-3 വർഷമായിട്ട് കൂടുതലും ഇളയ ചേച്ചിയാണ് എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഒരു സർപ്രൈസ് എന്തെങ്കിലും അവളെ തരാറുണ്ട്. ഇതുവരെ അതങ്ങനെ മുടങ്ങിയിട്ടൊന്നുമില്ല. ഭയങ്കര ഇതിഷ്ടമാണ്. നേരിൽ കണ്ടാൽ ഞങ്ങൾ കീരിയും പാമ്പും പോലെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ സർപ്രൈസ് തരാറുണ്ട്. ഇനി ഞാൻ എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ സർപ്രൈസ് ഒന്നും കൊടുത്തറിയില്ല. എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ അറിയില്ല. അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പറയരുത്, അതായത് സർപ്രൈസാണ് അങ്ങനെ അഭിനയിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കും, പക്ഷെ ആൾക്ക് മനസ്സിലാവും. ഒരു ചേച്ചിമാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇളയ ചേച്ചി കഴിഞ്ഞ് സർപ്രൈസ് കൊടുക്കണം എന്നാണെങ്കിൽ അവൾ ഓസ്കാർ അവാർഡ് കിട്ടേണ്ട ലെവലിൽ അവൾ ആക്ട് ചെയ്ത് നിൽക്കും. സർപ്രൈസ് ആവണം, അങ്ങനെയാണ്. അപ്പം ഒത്തിരി സർപ്രൈസൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. സോ എല്ലാ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ കളർഫുൾ ആക്കുന്നത് എപ്പോഴും സിസ്റ്റേഴ്സ് തന്നെയാണ് എന്ന് ഞാൻ പറയും. കാരണം അവരാണ് മെയിൻ. പിന്നെ മാമൻ, അതുപോലെ അമ്മ എല്ലാവരും അടിപൊളിയായിട്ട് ബർത്ത്ഡേക്ക് രാവിലെ തന്നെ വിഷ് ചെയ്യും. അവരെ കൊണ്ട് പറ്റുന്ന ഗിഫ്റ്റൊക്കെ തരും. അങ്ങനെയാണ്. ദിസ് ഈസ് മൈ ഗിഫ്റ്റ് ആൻഡ് ദിസ് വൺ എല്ലാം എനിക്ക് സന്തോഷമാണ്. ഗിഫ്റ്റ് തന്നവർക്കും അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഒത്തിരി പേര് ഓർത്ത് വിഷ് ചെയ്തു. കുറച്ച് പേര് 12 മണിക്കൊക്കെ വിളിച്ച് വിഷ് ചെയ്തു, 11:59 വിളിച്ച് വിഷ് ചെയ്തു, മെസ്സേജ് ചെയ്തു, അങ്ങനെ കുറച്ച് പേര്. അപ്പം എല്ലാവരോടും താങ്ക് യു. അപ്പം ഈ വീഡിയോന് എത്ര ക്ലാരിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണ് എന്നൊന്നും എനിക്ക് അത്ര ഒരു ധാരണ ഇല്ല ഗൈസ്. അപ്പം തുടക്കമായതുകൊണ്ട് തന്നെ അത്യാവശ്യം എററൊക്കെ കാണും. സൗണ്ട് ക്വാളിറ്റി അതുപോലെ വീഡിയോ ക്ലാരിറ്റി ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ ഫോണിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യണേ, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി വരുന്ന അങ്ങോട്ട് നമുക്കിത് പരിഹരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട്, ജസ്റ്റ് ഒരു സിമ്പിൾ ബർത്ത്ഡേ, അല്ലാതെ അധികമായിട്ടൊന്നുമില്ല. അപ്പം ഇതായിരുന്നു
നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്നാലേ നമുക്കത് അറിഞ്ഞ് തിരുത്താൻ പറ്റുള്ളൂ. വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും, കാരണം നമ്മുടെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ, കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് എററൊക്കെ ഉണ്ടാകും. അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഒന്ന് സക്സസ് ആയിട്ട് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ക്ലാരിറ്റിയിൽ സൗണ്ട് ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കണ്ട് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ